തിരുപ്പിറവിക്കായുള്ള കാത്തിരിപ്പ് 7-ാം ദിനം. ലോകൈക രക്ഷകനായ ഈശോ തമ്പുരാന് വേണമെങ്കിൽ മണിമാളികയിലോ രാജകൊട്ടാരത്തിലോ ജനിക്കാമായിരുന്നു. എന്നാൽ വന്നു പിറന്നത് ബത്ലഹേമിലെ ഒരു കാലിത്തൊഴുത്തിലായിരുന്നു. ഈ കാലിത്തൊഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: ഈ ലോകത്തിൽ ഒന്നും അത്ര നിസ്സാരമല്ല എന്ന്. കാരണം ആരാലും അറിയപ്പെടാതിരുന്ന ആ ആലയിൽ ക്രിസ്തു വന്ന് പിറന്നപ്പോഴാണ് അത് ചരിത്രത്തിന് വഴിമാറിയത്. ഇന്ന് നാമൊക്കെ പുൽക്കൂട് കെട്ടുവാനും അതിനുള്ളിൽ ഉണ്ണിയെ പ്രദർശിക്കുവാനും ഒത്തിരിയേറെ ശ്രമിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണിക്ക് പിറക്കുവാൻ നാം ഇടം നൽകാറുണ്ടോ? നമ്മുടെയൊക്കെ ഹൃദയം ഒരു പുൽക്കൂടാക്കി മാറ്റാൻ നാം ശ്രമിച്ചിട്ടുണ്ടോ? നാം നമ്മുടെ ഉള്ളിൽ ഉണ്ണിക്ക് പിറക്കുവാൻ ഇടം നൽകുകയാണെങ്കിൽ, നാം ഒരു പുൽക്കൂടായി മാറുകയാണെങ്കിൽ, ആ ആലയുടെ മുന്നിൽ ചരിത്രം വഴിമാറിയതുപോലെ നമ്മുടെ മുന്നിലും ചരിത്രം വഴിമാറും. പാവപ്പെട്ട ആ ആട്ടിടയന്മാർ ഉണ്ണി യേശുവിനെ തിരഞ്ഞത് മണിമാളികയിലോ രാജകൊട്ടാരത്തിലോ പ്രഭകുമാരനിലോ ചക്രവർത്തി കുമാരനിലോ ഒന്നും ആയിരുന്നില്ല. കേവലം പാവപ്പെട്ട പുൽക്കൂട്ടിലെ ആ നിസ്സഹായനായ ശിശുവിലായിരുന്നു. ഈ ക്രിസ്മസ് നാളിൽ നമ്മുടെയൊക്കെ ക്രിസ്തു സാന്നിധ്യം എളിമയുള്ള നമ്മുടെ ഹൃദയമാകട്ടെ. അങ്ങനെ കൂടുതൽ എളിമയുള്ളവരായി തീർന്നുകൊണ്ട് നമുക്ക് ഒരു പുൽക്കൂട് തീർക്കാം, സ്നേഹത്തിൻ്റെ പുൽക്കൂട്. ആ സ്നേഹം നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റുള്ളവരിലേക്ക്, അവരിലേക്ക് ഒരു നിറവട്ടമായി ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെയെങ്കിൽ മാത്രമേ തിരുപ്പിറവിക്കായുള്ള നമ്മുടെ കാത്തിരിപ്പ് പൂർണ്ണമാവുകയുള്ളൂ. സ്തുതിയായിരിക്കട്ടെ.